മമ്മു വ്ളോഗ് 25ൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. വെളുത്തുള്ളി അച്ചാർ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിലാണ് വെളുത്തുള്ളി വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആവശ്യത്തിന് വേണ്ട നല്ലെണ്ണ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ വെളുത്തുള്ളിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വലിയ ചട്ടി വെച്ചിട്ടുള്ളത്. ഇരുമ്പ് ചട്ടിയാണ്. ഇരുമ്പ് ചട്ടി എന്ന് പറയും നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയും കൂടെയാണ് ഇട്ടത്. നമുക്ക് ഉള്ളി വഴന്ന് വരാനുള്ള എണ്ണയാണ്, നല്ല എണ്ണയാണ് ആവശ്യം. ചിലർ ഒരുപാട് എണ്ണയിൽ ഇങ്ങനെ നല്ല അച്ചാർ എണ്ണയിൽ കാണും. പക്ഷേ എനിക്കങ്ങനെ എണ്ണ അധികം അച്ചാറിൽ കാണുന്നത്, കറിയിലാണെങ്കിലും അച്ചാറിലാണെങ്കിലും ഒന്നും അത്ര ഒരുപാട് എണ്ണ അങ്ങനെ കൊന്ന് കാണുന്നത് ഇഷ്ടമല്ല. നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം ഉലുവ കടുകും കൂടെ ഇട്ടത്, പിന്നെ കറിവേപ്പില, ഇഞ്ചി, കുറച്ച് ഇഞ്ചി കഷ്ണം പീസാക്കിയിട്ടുള്ളത്, പിന്നെ പച്ചമുളക്, ഇത്ര ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇതൊന്ന് ഈ ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മൾ നന്നായി വൃത്തിയാക്കിയിട്ടുള്ള, കഴുകി ഒട്ടും വെള്ളം നനവില്ലാതെ വാർത്ത് വെച്ചിട്ടുള്ള, നനവേ ഇല്ലാത്ത കുറച്ച് 1 കിലോത്തിൻ്റെ വെളുത്തുള്ളിയാണ് ചട്ടിയിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇത് ഇനി നന്നായി ഒന്ന് വഴന്ന് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. വെളുത്തുള്ളി നമ്മളിവിടെ വീട്ടിലെ അച്ചാറുകളൊക്കെ ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ കൊടുക്കാനാന്ന് പറഞ്ഞിട്ടാണ് ദുബായിലേക്ക് പോണ ഒരു ഫാമിലി നമ്മളടുത്ത് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കുറച്ചും കൂടെ അധികം സമയം വഴറ്റിയെടുക്കുന്നത്. ഒന്ന് കുഴന്ന് വരണമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര പച്ച പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ ദിവസം വെക്കാനുള്ള അച്ചാറാണെങ്കിൽ ഒരുപാട് സമയമൊന്നും ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത പോലെ ആവും. ഇത് നമുക്ക് വെന്ത പോലെ ആവണം, കാരണം അവർക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനുള്ളതാകൊണ്ടാണ് നമ്മൾ ഇത്ര സമയം ഇങ്ങനെ കുറച്ച് നേരം ചട്ടിയിലധികം സമയം ഇട്ടത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മുളക്, ഞാനിവിടെ എരിവുള്ള മുളക് തന്നെയാണ് 4-5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് ഒന്ന് നന്നായി എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അച്ചാർ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർ പൊടി അത് നമുക്ക് ആവശ്യത്തിനുള്ള അച്ചാർ പൊടി, കുറച്ച് അധികം അച്ചാർ പൊടി അച്ചാർ ടേസ്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുക. കുറച്ചാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. മുളക് പൊടി അച്ചാർ പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റൗ സ്ലിമ്മിലാണ് കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുകൂടാതെ നമ്മൾ മാങ്ങ, പിന്നെ മഷ്റൂം, അങ്ങനെയുള്ള കുറച്ച് അച്ചാറുകളൊക്കെ നമ്മൾ ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കൂടാതെ ബീഫ്, അങ്ങനെയുള്ള ചൂര അച്ചാറുകളൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർ പറയുന്ന ഓർഡറിനനുസരിച്ച് മാത്രമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പൊടിയാണ് കേട്ടോ. ഉലുവ പൊടിച്ച് നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ട് ചേർക്കാം. ഞാനിത് പാക്കറ്റായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് ഉലുവ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഉലുവാപ്പൊടി കായം കൂടെ ചേർക്കുമ്പോൾ നല്ല അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കും, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കും, എന്നിട്ട് നിങ്ങളെ കമൻ്റ് അറിയിക്കും. നമ്മൾ കല്ലുപ്പാണ് കേട്ടോ, കല്ലുപ്പാണല്ലോ അച്ചാറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അച്ചാർ കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത് നനവുള്ള കരണ്ടികളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ നമ്മൾ ഏത് ഇൻഗ്രീഡിയൻസാണ് എടുക്കുന്നത് അതിലും വെള്ളത്തിൻ്റെ നനവ് ഇല്ലാതെയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇനി എന്ത് ചെയ്തിട്ടുള്ളത്, വിനാഗിരിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്, ഇളക്കി കൊടുത്ത് എല്ലായിടത്തും മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചാർ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.